അങ്കമാലി വിമത വൈദ്യ കലാപം പോലീസ് പരാതിക്കാരൻ്റെ മൊഴിയെടുത്തു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. അങ്കമാലി വിമത വൈദ്യ കലാപം, അതിന് പുറകിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായമുണ്ടോ എന്ന സംശയം ഉണ്ടെന്ന് രേഖാമൂലം പരാതി ലഭിച്ചതിനെ തുടർന്ന് പരാതി സർക്കാർ ഏജൻസികൾക്കും പോലീസിൻ്റെ മേധാവികൾക്കും കിട്ടിയതിനെ തുടർന്ന് പ്രാരംഭ നടപടി എന്ന നിലയിൽ ഇന്നലെ പരാതിക്കാരൻ്റെ മൊഴി രേഖപ്പെടുത്തി. പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമാണ് പരാതിക്കാരൻ്റെ മൊഴി ആദ്യം രേഖപ്പെടുത്തുക. അങ്ങനെ ഇന്നലെ രേഖപ്പെടുത്തി. മാത്രമല്ല, അങ്കമാലി ഈ വിമത വൈദ്യ കലാപം നടക്കുന്നിടത്തും അല്ലാത്തിടത്തൊക്കെ പോലീസിൻ്റെ രഹസ്യ നിരീക്ഷണം അത് തുടരാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു, ഈ സർക്കാർ ഏജൻസികൾക്കും പോലീസ് മേധാവികൾക്കും പരാതി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് നിരീക്ഷണത്തിലാണ് അങ്കമാലി വിമത വൈദ്യ കലാപം, അത് രഹസ്യ നിരീക്ഷണത്തിലാണ് എന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അത് കുറച്ചുകൂടി സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഇന്നലെ പരാതിക്കാരൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് നിരീക്ഷണം തുടരുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ വന്നത് അക്കാര്യം പറയാനല്ല. ഇന്നലെ അങ്കമാലിയിൽ നടന്ന വിമത വൈദ്യ കലാപത്തെക്കുറിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് പണ്ടത്തെ ദണ്ഡിയാത്രയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചതിന് ശേഷം നടന്ന ആദ്യത്തെ പ്രഖ്യാപിത സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ദണ്ഡിയാത്ര. ബ്രിട്ടീഷുകാർ ഉപ്പിന് നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് 1930 മാർച്ച് 12 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിലെ സബർമതി ആശ്രമം മുതൽ ദണ്ഡി വരെ, ദണ്ഡി ഒരു തീരദേശമാണ്, തുറമുഖ പ്രദേശമാണ്, അവിടെ വരെ ഒരു യാത്ര. ഗാന്ധിജിയും 78 സന്നദ്ധ പ്രവർത്തകരും കാൽനടയായി യാത്ര ആരംഭിച്ചു. 390 കിലോമീറ്ററാണ് യാത്രയുടെ നീളം. അത്ര ഈ സബർമതിയിൽ നിന്ന് 390 കിലോമീറ്റർ അകലെയാണ് ഈ ദണ്ഡി എന്ന് പറയുന്ന സ്ഥലം. 21 കിലോമീറ്റർ യാത്ര, ആദ്യത്തെ ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ യാത്ര സമാപിച്ചു. അന്നവിടെ 4000-ഓളം പേര് കൂടിയിരുന്നു. ഗാന്ധിജി അവരോട് സംസാരിച്ചു. ഓരോ ദിവസവും ആളുകൾ കൂടിക്കൂടി വന്നു. പലപ്പോഴും ജാഥയുടെ നീളം കിലോമീറ്ററുകളോളം നീണ്ടു. ഏപ്രിൽ 5 ദണ്ഡിയിൽ ആ യാത്ര ഉപ്പ് നിർമ്മിച്ചുകൊണ്ട് യാത്ര അവസാനിപ്പിച്ചത്. ഈ ദണ്ഡി യാത്ര, ഉപ്പ് സത്യാഗ്രഹം, അതും ഈ വിമത വൈദ്യ കലാപവും തമ്മിൽ ചില സാമ്യങ്ങളുണ്ട്. അതൊന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വിമത വൈദികരുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന പാറേക്കാട്ടിൽ 2ാമൻ മാർപ്പാപ്പ സ്വതന്ത്ര സഭ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടന്ന 2ാമത്തെ പ്രഖ്യാപിത സമരമായിരുന്നു ഇന്നലെ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയത്. ആദ്യത്തെ പ്രഖ്യാപിത സമരമായിരുന്നു നിൽപ്പ് സമരം, ക്രിസ്മസ് ദിനത്തിലെ. 2ാമത്തെ പ്രഖ്യാപിത സമരമാണ് അങ്കമാലി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നിരാഹാര കിടപ്പ് സമരം. ദണ്ഡിയാത്രയെ അനുസ്മരിപ്പിക്കുന്ന 78 പേർ മാത്രമാണ് ഈ യാത്രയിലും സമരാഭാസത്തിലും പങ്കെടുത്തത്. 10,000-കണക്കിന് ആളുകളെ സംഘടിപ്പിക്കാൻ കഴിയാഞ്ഞിട്ടല്ല, അതിന് പണമില്ലാഞ്ഞിട്ടല്ല, സംഘാടക ശക്തിയില്ലാഞ്ഞിട്ടല്ല. ദണ്ഡിയാത്രയെ മനസ്സിൽ കൊണ്ടുവരാൻ നല്ലത് 78 പേരാണെന്ന് കരുതിയത് കൊണ്ടാണ്. അതുകൊണ്ട് 78 പേരാണ് ഈ ഇന്നലത്തെ സമരാഭാസം, അതിൻ്റെ തുടക്കത്തിലുള്ള ഈ യാത്രയിൽ പങ്കെടുത്തത്. വടി കുത്തിപ്പിടിച്ച് നടന്ന ഗാന്ധിജിക്ക് പകരം ഒരു വടി പൊക്കിപ്പിടിച്ചാണ് ഈ ജാഥ ക്യാപ്റ്റൻ മുൻപേ നടന്നിരുന്നത്. സമരപ്പന്തലിൽ ആ വടി അങ്കമാലിയിലെ പ്രധാനമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. ആ വടിയുടെ അറ്റത്ത് ഒരു തീപ്പന്തം ഉണ്ടായിരുന്നുവെന്നും അത് ആളിപ്പടർന്ന് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയെ മുച്ചൂടും നശിപ്പിക്കുമെന്നും ആരോ അവകാശപ്പെടുന്നുണ്ടായിരുന്നു. ആളുടെ മുഖം ക്യാമറയിൽ വ്യക്തമായി പതിഞ്ഞില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഇക്കൊല്ലത്തെ നോമ്പുകാലത്ത് നടത്തുന്ന അഗ്നി അഭിഷേക ധ്യാനത്തിന് അയാളെ ക്ഷണിക്കാമായിരുന്നു. മൂന്നാമത്തെ ഒരു സാമ്യം, ഗാന്ധിജിയും സന്നദ്ധ പ്രവർത്തകരും ഗംഗാനദിയുടെ തീരത്തുള്ള സബർമതി ആശ്രമത്തിൻ്റെ ശാന്തതയിൽ നിന്നാണ്
ദണ്ഡിയാത്ര ആരംഭിച്ചത്. പ്രതീകാത്മകതയിൽ ഒട്ടും കുറവ് വരുത്തേണ്ടതില്ലെന്ന് കരുതി വിമത വൈദ്യ കലാപയാത്ര ആരംഭിച്ചത് അങ്കമാലിയിലെ സിമിത്തേരിയുടെ ആ ശ്മശാന മൂകതയിൽ നിന്നാണ്. ചരിത്രവും ഭൂമിശാസ്ത്രവും സഭാശാസ്ത്രവും ഉറങ്ങുന്ന മണ്ണിലെ ശ്മശാന മൂകത. പക്ഷേ ഈ സമരവും മുമ്പത്തെ സമരങ്ങളെപ്പോലെ നിത്യശാന്തി പ്രാപിച്ച് ശ്മശാനത്തിൽ ഒടുങ്ങുമെന്നാണ് അതിൻ്റെ പ്രതീകാത്മക ധ്വനി എന്ന് ജാഥയിലെ ഒരു അണി, സാഹിത്യാഭിരുചിയുള്ള ഒരു അണി പറയുന്നുണ്ടായിരുന്നു. അടുത്തൊരു സാമ്യം, നികുതിക്കെതിരെ ഉപ്പ് എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അങ്കമാലിയുടെ പ്രധാനമന്ത്രി ആദ്യം പറഞ്ഞത് അനീതിക്കെതിരെ നിൽപ്പ് എന്നാണ്, അനീതിക്കെതിരെ നിൽപ്പ്. പക്ഷെ ക്രിസ്മസ് ദിനത്തിലെ ആ നിൽപ്പ് ശരിയായില്ല, അത് പാടെ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് നിരാഹാര കിടപ്പ് എന്ന തന്ത്രത്തിലേക്ക് ചുവട് മാറ്റിയത്. അഞ്ചാമത്തെ സാമ്യം, ഉപ്പ് സാധാരണക്കാരായ എല്ലാ മനുഷ്യരെയും ബാധിക്കുന്നത് കൊണ്ടാണ് അതിനെ സമരമാർഗമായി ഗാന്ധിജി തെരഞ്ഞെടുത്തത്. നിൽപ്പ് സാധാരണക്കാരെ ബാധിക്കില്ലെന്നാണ് ഈ നിരാഹാര കിടപ്പ് സമരം ബാധിക്കുമെന്നാണ് അങ്കമാലിയുടെ പ്രധാനമന്ത്രി മൊഴിഞ്ഞത്. അതായത് അത് അദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ്: സാധാരണക്കാർ അല്ലെങ്കിലും പള്ളിയിൽ നിൽക്കുകയാണ്, അവർ നിൽക്കുന്നവരാണല്ലോ. മാത്രമല്ല അവരെല്ലാം കിഴക്കോട്ട് നോക്കിയാണ് നിൽക്കുന്നതും. എറണാകുളം അങ്കമാലി അതേ രൂപത്തിലാണെങ്കിലും ഈ അൽമായരെല്ലാം കിഴക്കോട്ട് നോക്കി മധുബഹയിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. അപ്പം നിൽപ്പ് സമരം അത്ര കേമമാകില്ല എന്നാണ് ഈ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയായ തത്വജ്ഞാനിയുടെ മൊഴികൾ. പക്ഷെ നിരാഹാര കിടപ്പ് അത് ഐറ്റം വേറെയാണ്. ഏതായാലും അത് ഏറ്റുപിടിക്കാൻ മുണ്ടാടനാദി ഷൈജുമാരെല്ലാം തയ്യാറായിട്ടുണ്ടാകാം. അവരുടെ ഊഴം കഴിഞ്ഞ് തൊപ്പിയിട്ട് നിൽക്കുകയാണല്ലോ. ഇനി ഇവനും ഈ അങ്കമാലിക്കാരനും തോൽവിയുടെ രുചി അറിയട്ടെ എന്ന് അവർ ഉള്ളില് ഗൂഢമായി മന്ദഗസിച്ച് ആത്മകഥം പറഞ്ഞിട്ടുണ്ടാകും. ആറാമത്തെ ഒരു സാമ്യം, ന്യൂയോർക്ക് ടൈംസ് എല്ലാ ദിവസവും ദണ്ഡയാത്രയെക്കുറിച്ച് എഴുതിയിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു പാശ്ചാത്യ ലോകത്ത്. എല്ലാ ദിവസവും ന്യൂയോർക്ക് ടൈംസ് എഴുതിക്കൊണ്ടിരുന്നു. അങ്കമാലിയിലെ പ്രധാനമന്ത്രിയുടെ നിരാഹാര കിടപ്പ് സമരം ഓരോ മണിക്കൂർ ഇടവിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആര്? കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കുത്തക മുതലാളിമാർ നടത്തുന്ന ഏകം ന്യൂസ്. അതിനെ കവച്ചു വെക്കാൻ മറ്റൊരു ന്യൂസ് കേരള ചരിത്രത്തിൽ ഇല്ലെന്ന് ഓർക്കുക. അങ്ങനെ ഓരോ മണിക്കൂറിലും ഈ നിരാഹാര കിടപ്പ് സമരം അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവസാനമായിട്ട് 2000-ഉം 3000-ഉം രൂപ വീതം സംഭാവനകൾ പിരിച്ചും 300-ലേറെ ഇടവകകളിൽ വലിയ തോതിൽ പ്രചാരണം നടത്തിയും പിന്നെ മൈക്ക് വെച്ച് കെട്ടിയും അങ്ങനെ എന്തെല്ലാം അനൗൺസ്മെൻറ്റും ഒക്കെ നടത്തിയിട്ടും കൊഴുപ്പിച്ചിട്ട് നിരാഹാര സമരാഭാസം പക്ഷേ അണികളിൽ യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. വിമത വൈദ്യ കലാപം എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെ ചുറ്റിപ്പോയി. അത് അങ്ങനെ വിളിക്കാൻ പറ്റാത്ത വിധം അത് ചെറുതായിപ്പോയി. ആളുകൾ എണ്ണയ്യാ പറയണേ. ഒരു കുടുംബ സമ്മേളനത്തിൽ ഉണ്ടാകുന്ന ആളുകളുടെ അത്ര പോലും ആളുകൾ ഈ സമരാഭാസത്തിൽ പങ്കെടുത്തില്ല. എങ്കിലും 3600 പേർ പങ്കെടുത്ത കലൂരിലെ മഹാസമ്മേളനത്തെ 50,000 പേർ അണിനിരന്ന മനുഷ്യ മഹാസാഗരം എന്ന് വ്യാഖ്യാനിച്ച ഏകൻ ന്യൂസിന്റെ ഗണിതശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ ഈ 78 പേരിൽ താഴെയുള്ളവർ അവർ 10,000-കണക്കിന് ആളുകളായിട്ട് മാറും. അത് ഈ ഏകൻ ന്യൂസിന്റെ ക്യാമറയുടെ ഒരു സവിശേഷതയാണ്. ആ ക്യാമറ വെച്ച് നോക്കുമ്പോൾ 7 എന്നുള്ളത് 7,000-ഓ 70,000-ഓട്ട് കാണും. 78 എന്നുള്ളത് ഒരു 78 ലക്ഷമായിട്ട് കാണും. അത് ആ ക്യാമറയുടെ ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ഈ അൽമായ മുന്നേറ്റക്കാരുടെ ഏതാനും നേതാക്കളല്ലാതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട സത്യവിശ്വാസികളായ ഒരൊറ്റ കുഞ്ഞു പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഈ വൈദിക കലാപം, പ്രക്ഷോഭം, ലഹള എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഒരു മാധ്യമ ശ്രദ്ധയും പിടിച്ചു പറ്റിയില്ല. അത് പിടിച്ചു പറ്റിയിരുന്നെങ്കിൽ
ബ്രേക്കിംഗ് ന്യൂസ് നടത്തുന്ന ആറാട്ടണ്ണന്മാരുടെയും തൊപ്പിക്കാരുടെയും മറ്റും പൊറാട്ട നാടകം നമുക്ക് കണ്ട് രസിക്കാമായിരുന്നു. മാണിപ്പറമ്പലച്ചൻ അങ്ങനെ അഹങ്കരിക്കാൻ വരട്ടെ. സമരാഭാസത്തിന് 2 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം. എണ്ണണമെങ്കിൽ എണ്ണിക്കോ, ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ പോലീസ് നിരീക്ഷണം, പോലീസിന്റെ മൊഴിയെടുക്കൽ എന്നൊക്കെ പറഞ്ഞ് മാണിപ്പറമ്പലച്ചൻ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ഞങ്ങളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. അതുകൊണ്ട് കാണിച്ചു തരാം, ഞങ്ങൾ ശക്തി കാണിച്ചു തരാം. ഒറ്റക്കെട്ടിലുണ്ടായതാണ് ഞങ്ങൾ എന്നുള്ള കാര്യം ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ എറണാകുളത്ത് എല്ലാവരും കൂടി ഒറ്റക്കെട്ടിലുണ്ടായതാണ്, 2 കെട്ടിലുണ്ടായതല്ല. അക്കാര്യം ഞങ്ങൾ കാണിച്ചു തരാം. അത് ഞങ്ങൾ കാത്തിരിക്കി. സമ്മതിച്ചു. നിങ്ങൾ ഒറ്റക്കെട്ടിലുണ്ടായതാണ്, ഞാൻ സമ്മതിച്ചു. കാണിച്ചതാ. നിങ്ങളുടെ ഈ കാട്ടായങ്ങളെല്ലാം കാണാൻ, കോപ്രായങ്ങളെല്ലാം കാണാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് മാണിപ്പറമ്പലച്ചനും ലോകം മുഴുവനും കാത്തിരിക്കുന്നു. പക്ഷേ എനിക്ക് വളരെ സുപ്രധാനമായൊരു കാര്യം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സത്യവിശ്വാസികളോട്, സവിശേഷമായ അൽമായരോട് പറയാനുണ്ട്. അഭിനന്ദനങ്ങളുടെ വാക്കാണത്. അഭിനന്ദനങ്ങൾ, ഹൃദയം തൊട്ടാണ് ഞാൻ പറയുന്നത്. അഭിനന്ദനങ്ങൾ, നന്ദിയും കൃതജ്ഞതയും അഭിനന്ദനങ്ങളും ഒരുമിച്ച് അർപ്പിക്കുകയാണ്. നിങ്ങളിൽ ഒരാൾ പോലും, സത്യവിശ്വാസികൾ ഒരാൾ പോലും ഈ വൈദിക സമരാഭാസത്തിന് പോയില്ല. ഞാൻ പറഞ്ഞല്ലോ, അൽമായ മുന്നേറ്റക്കാരുടെ ഏതാനും ആളുകളല്ലാതെ ഒറ്റ സത്യവിശ്വാസിയും കൂടി പോയില്ല. നിങ്ങൾ കർത്താവിനോടും കർത്താവിൻ്റെ പ്രിയപ്പെട്ട സഭയോടും അങ്ങേയറ്റം കൂറ് കാണിച്ചിരിക്കുന്നു. മാത്രമല്ല, എന്തുമാത്രം സഹനത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ തന്നെ ഇടയന്മാർ, നിങ്ങൾ ആരെ നമ്പിയോ, ആരെ വിശ്വസിച്ചോ, ആരോട് കൂറ് കാണിച്ചുവോ, ആരെ സ്നേഹിച്ചുവോ, ആർക്കാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ രംഗം പോലെ നിങ്ങൾ സ്നേഹിച്ച എല്ലാ കാര്യങ്ങളും കൊടുത്തത്, ആ ഇടവക വികാരിമാരും ഇടയന്മാരുമാണ് മെജോറിറ്റിയും നിങ്ങളെ പീഡിപ്പിക്കുന്നത്, നിങ്ങളെ ബന്ദികളാക്കി നിർത്തുന്നത്. എന്നിട്ടും നിങ്ങൾ ഈ സഹനത്തിലൂടെ എല്ലാം കടന്നു പോയിട്ടും കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടും നിങ്ങൾ കാണിക്കുന്ന കൂറ് അത് ഗംഭീരമാണെന്ന് പറഞ്ഞാൽ പോരാ, അതിന് വാക്കുകളില്ല. കർത്താവിൻ്റെ കൃപ നിങ്ങൾക്ക് സമൃദ്ധമായിട്ട് ചൊരിയപ്പെടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾ ഈ കടന്നു പോകുന്ന ഈ കുരിശിൻ്റെ വഴി, നിങ്ങൾ കടന്നു പോകുന്ന ഈ സഹനത്തിൻ്റെ വഴി തീർച്ചയായിട്ടും തേജസ്സിലേ അവസാനിക്കൂ. നിങ്ങൾക്കൊരു ഉയർപ്പുണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതിനാൽ സഹനത്തിൽ അങ്ങേയറ്റം പിടിച്ചു നിൽക്കാനും, സഭയോട് കൂടെ നിൽക്കാനും, കർത്താവിനോട് കൂടെ നിൽക്കാനും നിങ്ങൾ കാണിക്കുന്ന ആ തീക്ഷ്ണത തുടർന്നും ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.